എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും ശ്രുതീസ് ലേണിംഗ് സ്കൂളിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത് KS എക്സാമിന്റെ ഇംഗ്ലീഷിന്റെ ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. അപ്പൊ എക്സാം ഒക്കെ എല്ലാവർക്കും എങ്ങനെയുണ്ടായിരുന്നു? അതും കൂടെ ഒന്ന് കമന്റ് ചെയ്യണേ, മറക്കണ്ട. ഓക്കെ, നമ്മുടെ ക്ലാസ്സുകളൊക്കെ യൂസ്ഫുൾ ആയിരുന്നോ? അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ. ചൂസ് ആൻ അപ്രോപ്രിയേറ്റ് സിനോണിം ഫോർ ദി അണ്ടർലൈൻ വേർഡ് ആൻഡ് മാർക്ക് യുവർ ആൻസർ ഇൻ ദി റെസ്പോൺസ് ഷീറ്റ്. The young lawyer spoke with deference to the judge, acknowledging her years of experience and wisdom. ഇവിടെ ഡെഫറൻസ് എന്ന് പറഞ്ഞിട്ടുള്ള വേർഡിന്റെ സിനണിം ആണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. അപ്പോ നമ്മൾ പഠിപ്പിച്ചിട്ടുള്ളതാണല്ലോ, നിങ്ങൾക്ക് പറയാവോ എന്താ ആൻസർ ആയിട്ട് വരിക? ഡെഫ് ആയിട്ടുള്ള ആൾക്കാരെയൊക്കെ കാണുമ്പോൾ നമ്മൾ റെസ്പെക്ട് ചെയ്യണം എന്നൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തതല്ലേ. അപ്പൊ ആൻസർ ഇട്ട് ഓപ്ഷൻ ബി, ഹംബിൾ സബ്മിഷൻ ആൻഡ് റെസ്പെക്ട് ആണ് കേട്ടോ. ഹംബിൾ സബ്മിഷൻ ആൻഡ് റെസ്പെക്ട്. ഓക്കെ, കിട്ടിയെന്ന് വിചാരിക്കണു. എല്ലാവരും നല്ല രീതിയിൽ തന്നെ ഈ ഒരു ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്തെന്ന് വിചാരിക്കുന്നു. ഇനി ഈ ഒരു സിനണിം നമ്മുടെ SSCയുടെ PYQ ആണ്, അതിൽ നിന്നാണ് നമ്മളും സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്കിനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കയറാം. Complete the sentence using the present perfect tense form and mark your answer in the response sheet. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം അല്ലെ, ക്വസ്റ്റ്യൻ വായിച്ചില്ലെങ്കിൽ തന്നെ ഓപ്ഷനിൽ നമുക്കറിയാം ഹാവ് നോൺ ആയിരിക്കും ആൻസർ ആയിട്ട് വരിക. നമുക്ക് ക്വസ്റ്റ്യൻ നോക്കാം. ദേ ഹാവ് നോൺ ഈച്ച് അതർ സിൻസ് ദെയർ ചൈൽഡ്ഹുഡ് അല്ലെ. നമുക്കറിയാം സിൻസ് ഒക്കെ വരുമ്പോൾ നമ്മൾ അവിടെ യൂസ് ചെയ്യുന്ന ഒരു ടെൻസ് എന്ന് പറയുന്നത് പെർഫെക്റ്റ് ടെൻസ് ആയിരിക്കും. അപ്പൊ ഇവിടെ നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത് ഹാവ് നോൺ അല്ലെ, പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ് ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അപ്പൊ ഈ രണ്ട് ചോദ്യങ്ങൾ എളുപ്പമായിരുന്നു കേട്ടോ. ഇനി മൂന്നാമത്തെ ചോദ്യം. ചൂസ് അപ്രോപ്രിയേറ്റ് കണക്റ്റീവ്സ് ആൻഡ് മാർക്ക് യുവർ ആൻസർ ഇൻ ദി റെസ്പോൺസ് ഷീറ്റ്. ഡാഷ് ദി ഓപ്പർച്യൂണിറ്റി അറൈസസ്, സീസ് ഇറ്റ് വിത്തൗട്ട് ഹെസിറ്റേറ്റിംഗ്, ഡാഷ് ഫിയറിംഗ്, ഡാഷ് യു മൈറ്റ് ഫെയിൽ. ഓക്കെ, അപ്പൊ ഇതേപോലെ 3 ഡാഷ് ഒക്കെ കാണുമ്പോൾ നമ്മൾ ടെൻഷൻ അടിക്കേണ്ടോ അല്ലെങ്കിൽ ഇത് നമുക്ക് കിട്ടില്ല അങ്ങനെയൊന്നും വിചാരിക്കേണ്ട കാര്യമില്ല കേട്ടോ. നമുക്ക് ഓരോന്നായിട്ടൊന്ന് ട്രാക്ക് ചെയ്ത് വരാം. ഡാഷ് ദി ഓപ്പർച്യൂണിറ്റി അല്ലെ. അപ്പോ ഓപ്പർച്യൂണിറ്റിനെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ എന്താ പറയണ്ടേ? വെന്നെവർ എന്നല്ലേ നമ്മൾ യൂസ് ചെയ്യുക അല്ലെ. എപ്പോഴൊക്കെ ഓപ്പർച്യൂണിറ്റി വരുന്നോ. അപ്പൊ വെന്നെവർ ദി ഓപ്പർച്യൂണിറ്റി അറൈസസ്, സീസ് ഇറ്റ് വിതൗട്ട് ഹെസിറ്റേറ്റിംഗ് ഓർ ഫിയറിംഗ്, ദാറ്റ് യു മൈറ്റ് ഫെയിൽ. അപ്പൊ എപ്പോഴൊക്കെ ഓപ്പർച്യൂണിറ്റി വരുന്നോ, വെന്നെവർ ആണ് നമ്മൾ യൂസ് ചെയ്യുക കേട്ടോ. മനസ്സിലായല്ലോ? ഓപ്പർച്യൂണിറ്റിയുടെ സ്പെല്ലിംഗ് കൂടെ പഠിച്ചേക്കുക. ഓക്കെ, നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഓപ്പോ ഫോണുമായിട്ടൊക്കെ കണക്ട് ചെയ്ത് OPPO ആണ് വരിക എന്നുള്ള കാര്യം അറിഞ്ഞു വെച്ചേക്കുക കേട്ടോ. ഇനി ഒരു കാര്യം കൂടെ, നമ്മുടെ ഇംഗ്ലീഷിന് മാത്രമായിട്ടുള്ള ഡിഗ്രി ലെവലിന്റെ കോഴ്സുകളെല്ലാം നമ്മൾ പലതും റണ്ണിങ് ആണ്, അതേപോലെ തന്നെ പലതും നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ആർക്കെങ്കിലും ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ജോയിൻ ചെയ്യാം. അപ്പൊ അതിൽ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ലിങ്ക് ഞാൻ കമന്റ് ആയിട്ട് കൊടുത്തേക്കാം കേട്ടോ. തീർച്ചയായിട്ടും ജോയിൻ ചെയ്യാം. നമ്മൾ ബേസ് മുതലുള്ള കാര്യങ്ങളെല്ലാം ഡിസ്കസ് ചെയ്യുന്നുണ്ട്, വൊക്കാബുലറി ഡിസ്കസ് ചെയ്യുന്നുണ്ട്, SC ലെവലിൽ ചോദിച്ചിട്ടുള്ള വൊക്കാബുലറി, SCERT ഇതെല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. പ്ലസ് 800 ക്വസ്റ്റ്യൻസോളം നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പൊ നമുക്കിനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കയറാം. കൺവേർട്ട് ദി സെന്റൻസ് ഇൻ ടു കോംപ്ലക്സ് സെന്റൻസ് ആൻഡ് മാർക്ക് യുവർ ആൻസർ ഇൻ ദി റെസ്പോൺസ് ഷീറ്റ്. ഇതിൽ ഏതാണ് കോംപ്ലക്സ് സെന്റൻസ് ആയിട്ട് വരിക? വേഗം നോക്കിയിട്ട് പറഞ്ഞേ, ഏതായിരിക്കും വരിക? ദേ പണിഷ്ഡ് ഹിം ഫോർ ഹിസ് ഇൻഡിഫറൻസ്, ഹി വാസ് പണിഷ്ഡ് ഫോർ ഹിസ് ഇൻഡിഫറൻസ്, ആസ് ഹി വാസ് ഇൻഡിഫറൻറ്റ് ദേ പണിഷ്ഡ് ഹിം, ഹിസ് ഇൻഡിഫറൻസ് മെയ്ഡ് ദം പണിഷ് ഹിം. ഇതിൽ ആൻസർ ഓപ്ഷൻ C ആണ് അല്ലെ. ആസ് വരുമ്പോൾ നമ്മൾ അതിനെ കോംപ്ലക്സ് ആയിട്ടാണ് കൺസിഡർ ചെയ്യാറ്. ഓക്കെ, ഡീറ്റെയിൽ ക്ലാസ് ഒക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട് കേട്ടോ. അടുത്ത ചോദ്യം നോക്കാം. കംപ്ലീറ്റ് ദി സെന്റൻസ് യൂസിങ് എ സ്യൂട്ടബിൾ പ്രപ്പോസിഷൻ ആൻഡ് മാർക്ക് യുവർ ആൻസർ ഇൻ ദി റെസ്പോൺസ് ഷീറ്റ്. സ്യൂട്ടബിൾ പ്രപ്പോസിഷൻ യൂസ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ഐ ഫിൽ ദി ടാങ്ക് ബട്ട് അൺഫോർച്ചുനേറ്റ്ലി ഐ ഫിൽഡ് ഇറ്റ് ഡാഷ് ദി റോങ് കൈൻഡ് ഓഫ് ഫ്യൂവൽ. ഓക്കെ, ഐ ഫിൽ ദി ടാങ്ക് ബട്ട് അൺഫോർച്ചുനേറ്റ്ലി ഐ ഫിൽഡ് ഇറ്റ് വിത്ത് ദ റോങ് കൈൻഡ് ഓഫ് ഫ്യൂവൽ അല്ലെ. വിത്ത് ആണ് നമ്മൾ യൂസ് ചെയ്യുക. Okay, next one. Choose an appropriate phrasal verb and mark your answer in the response sheet. Okay, they were walking too fast. I could not dash with them. അവർ വളരെ സ്പീഡിൽ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു, അതുകൊണ്ട് തന്നെ എനിക്ക് അവരുടെ ഒപ്പം നടക്കാൻ പറ്റിയില്ല എന്നുള്ള രീതിയിൽ നമ്മൾ ഏതാ യൂസ് ചെയ്യുക? കീപ്പ് അപ്പ് അല്ലെ. കീപ്പ് അപ്പ് എന്നുള്ള ഫ്രേസൽ വെർബ് ആണ് യൂസ് ചെയ്യുക. ഓക്കെ, നെക്സ്റ്റ് വൺ. ഓക്കെ, fill in the blank, fill in with appropriate pronouns and mark your answer in the response sheet. It is an interesting book. I have read this a long time ago. It is not mine, it is dash. ഓക്കെ, അപ്പൊ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. ഡാഷ് ലാസ്റ്റ് വരുമ്പോൾ അവിടെ നമ്മൾ ഏതാ യൂസ് ചെയ്യുക? പൊസസീവ് പ്രോനൗൺ ആണ് യൂസ് ചെയ്യുക അല്ലെ. പൊസസീവ് പ്രോനൗൺ എന്ന് പറയുമ്പോൾ ഏതൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നുള്ളത് നോക്കാം. ഇറ്റ് ഇസ് ആൻ ഇൻട്രസ്റ്റിംഗ് ബുക്ക്. ഐ ഹാവ് റെഡ് ദിസ് എ ലോങ് എഗോ. ഇറ്റ് ഇസ് നോട്ട് മൈൻ, എന്റെ അല്ല എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് ഇറ്റ് ഇസ് അവേഴ്സ് എന്നുള്ള രീതിയിൽ നമുക്ക് പറയാൻ പറ്റില്ല, കാരണം അതിനകത്ത് എന്റേതല്ല എന്നുള്ള രീതിയിൽ കൊടുത്തിട്ടുണ്ടല്ലോ. പിന്നെ ഞാൻ ഇൻക്ലൂഡ് ചെയ്യുന്ന അവേഴ്സ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല അല്ലെ. അപ്പൊ ഇറ്റ് ഇസ് ആൻ ഇൻട്രസ്റ്റിംഗ് ബുക്ക്. ഐ ഹാവ് റെഡ് ദിസ് എ ലോങ് ടൈം എഗോ. ഇറ്റ് ഇസ് നോട്ട് മൈൻ, ഇറ്റ് ഇസ് ഹേഴ്സ് ആണ് ആൻസർ കേട്ടോ. ഹേഴ്സ് ആണ്. ഇവിടെ ദെയർ എന്ന് പറയുന്നത് പൊസസീവ് പ്രോനൗൺ അല്ല അല്ലെ. പൊസസീവ് പ്രോനൗൺ എന്ന് പറയുമ്പോൾ
ഏതൊക്കെയാ വരിക? ഹിസ്, ഹെർ, ഹിസ്, ഹേഴ്സ്, ദെയേഴ്സ്, അവേഴ്സ് എന്നൊക്കെ പറഞ്ഞു വരണം അല്ലെ. അപ്പോ അതുകൊണ്ട് തന്നെ ദെയർ പൊസസീവ് പ്രോനൗൺ അല്ലാത്തതുകൊണ്ട് തന്നെ അതിനെ നമുക്ക് എലിമിനേറ്റ് ചെയ്യാം. ഓക്കെ ഓക്കെ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കയറാം. കറക്റ്റ് ദി എറർ ഇഫ് എനി ഇൻ ദ ഗിവൺ സെന്റൻസ് ആൻഡ് മാർക്ക് യുവർ ആൻസർ ഇൻ ദി റെസ്പോൺസ് ഷീറ്റ്. ദ സീനറീസ് ആർ ബ്യൂട്ടിഫുൾ. ഓക്കെ അപ്പൊ ഇതിൽ എറർ ഉണ്ടെങ്കിൽ അത് റെക്ടിഫൈ ചെയ്തിട്ടുള്ള ആൻസർ ആണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത്. എന്തായിരിക്കും നമ്മുടെ ആൻസർ വരിക? ആൻസർ പറയാൻ പറ്റുമോ? നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത് തന്നെയാണ്. വേഗം പറയൂ. നമ്മുടെ കോൺകോഡ് അല്ലെങ്കിൽ സബ്ജക്ട് വെർബ് എഗ്രിമെന്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് അല്ലെ. ആൻസർ ദ സീനറി ഈസ് ബ്യൂട്ടിഫുൾ. കാരണം എന്താ? അതായത് ചില വാക്കുകളുണ്ട്, ചില നൗൺസിനെ നമുക്ക് സിംഗുലർ ഫോമിൽ എഴുതാൻ പറ്റുള്ളൂ. അങ്ങനെ വരുന്ന ഒരു വാക്കാണ് നമ്മുടെ സീനറി. സീനറി മാത്രമല്ലല്ലോ, ബാക്കിയുള്ള നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ. അഡ്വൈസ്, ഇൻഫോർമേഷൻ, മെഷീനറി, സ്റ്റേഷനറി അല്ലെ, ന്യൂസ്, ഫർണിച്ചർ, ഇതൊക്കെ ഓർമ്മയുണ്ടോ? ലഗേജ്, ബഗേജ്, ജ്വല്ലറി, പോയട്രി, ഇന്നിങ്സ് എന്നൊക്കെ പറഞ്ഞിട്ട്. ഓക്കെ ഇതൊക്കെ നമ്മുടെ PSCക്ക് ഇഷ്ടപ്പെട്ടിട്ടുള്ള കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വേർഡ്സുകളാണ് കേട്ടോ. ഇതെല്ലാം നമ്മൾ എങ്ങനെയാ പറയാ? നമ്മൾ ഇതിനെ സിംഗുലർ ഫോമിലേ പറയുള്ളൂ. ആ കാര്യം അറിഞ്ഞു വെച്ചേക്കുക. Next one, complete the sentence using the correct verb form and mark your answer in the response sheet. The lifespan of certain species dash very short. നിങ്ങൾക്ക് അറിയായിരിക്കും, ഈ അടുത്ത് നടന്നിട്ടുള്ള ഡിഗ്രി ലെവലിന്റെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നോക്കുമ്പോൾ തന്നെ ഇതേ ടൈപ്പ് ചോദ്യം വന്നിട്ടുണ്ട് അല്ലെ. അപ്പോൾ ഒരു പ്രപ്പോസിഷൻ ഉണ്ടെങ്കിൽ പ്രപ്പോസിഷന് മുമ്പിലുള്ള ആളെ അനുസരിച്ചിട്ട് വേണം നമ്മൾ ഡാഷ് ഫില്ല് ചെയ്യാൻ എന്നൊക്കെ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അപ്പൊ ലൈഫ് സ്പാനിനെ കുറിച്ചാണ് പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ എന്താ യൂസ് ചെയ്യേണ്ടത്? സിംഗുലർ വെർബ് യൂസ് ചെയ്യണം അല്ലെ. അപ്പൊ ഇസ് വേണം ആൻസർ ആയിട്ട് വരാൻ. നമുക്ക് നോക്കുമ്പോൾ ബാക്കി 3 ഓപ്ഷൻസും പ്ലൂറലാണ്. വേണമെങ്കിൽ അങ്ങനെ നമുക്ക് ആൻസറിലേക്ക് എത്താം അല്ലെ. ഒരു പരിധി വരെ നമുക്ക് വേണമെങ്കിൽ ഓഡ് മാൻ ഔട്ട് എന്നുള്ള രീതിയിലൊക്കെ നമുക്ക് വേണമെങ്കിൽ നമ്മളെ ഹെൽപ്പ് ചെയ്യാം, ആൻസറിലേക്ക് എത്താനായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യാം. അപ്പൊ സ്പീഷീസ് എന്ന് കണ്ട് ഇവിടെ എസ് കണ്ടിട്ട് പ്ലൂറിൽ പറയരുത് എന്ന് നമ്മൾ റിപ്പീറ്റഡ് ആയിട്ട് ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. നമ്മുടെ ഇംഗ്ലീഷിലെ വരാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസിന്റെ ഒക്കെ വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിലും നമ്മളിത് ആവർത്തിച്ച് പറഞ്ഞിട്ടുള്ളതാണ് കേട്ടോ. മൂവിംഗ് ഓൺ ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ആഡ് എ സ്യൂട്ടബിൾ ക്വസ്റ്റ്യൻ ടാഗ് ആൻഡ് മാർക്ക് യുവർ ആൻസർ ഇൻ ദി റെസ്പോൺസ് ഷീറ്റ്. വി യൂസ് ടു സ്റ്റഡി ടുഗെദർ. എന്തായിരിക്കും ക്വസ്റ്റ്യൻ ടാഗ്? ഈ യൂസ്ഡ് കാണുമ്പോൾ തന്നെ നമുക്കറിയാം അല്ലെ. അതെന്തായാലും പാസ്റ്റ് ടെൻസ് ആണ്. പാസ്റ്റ് ടെൻസ് ആണെങ്കിൽ എന്താ വരിക? അവിടെ നമ്മൾ ഡിഡ് യൂസ് ചെയ്തിട്ട് പറയണം. ഈ കൊടുത്തിട്ടുള്ള ഭാഗം പോസിറ്റീവ് ആണ് അല്ലെ. അപ്പൊ നമ്മുടെ ക്വസ്റ്റ്യൻ ടാഗിന്റെ പോർഷൻ എങ്ങനെയായിരിക്കും? നെഗറ്റീവ് ആയിരിക്കും. അപ്പൊ ആൻസർ എന്താ? ഓപ്ഷൻ സി ഡിഡന്റ് വി ആണ് ആൻസർ ആയിട്ട് വരിക. നെക്സ്റ്റ് വൺ, ഇൻസേർട്ട് ദി മോസ്റ്റ് സ്യൂട്ടബിൾ adverb ഓഫ് കോഴ്സ് ആൻഡ് മാർക്ക് യുവർ ആൻസർ ഇൻ ദി റെസ്പോൺസ് ഷീറ്റ്. ഹി വാസ് ലേറ്റ് ഫോർ ദി മീറ്റിംഗ്. Okay, dash he missed the initial proceedings of the event. He was late for the meeting. Consequently, he missed the initial proceeding of the event. Okay. അപ്പൊ അതുകൊണ്ട് തന്നെ അതിന്റെ ഒരു റിസൾട്ട് എന്നുള്ള രീതിയിൽ പറയുമ്പോൾ നമ്മൾ കോൺസിക്വന്റ്ലി ആണ് യൂസ് ചെയ്യുക അല്ലെ. അപ്പൊ കോൺസിക്വന്റ്ലി ഹി മിസ് ദി ഇനീഷ്യൽ പ്രൊസീഡിങ്സ് ഓഫ് ദി ഇവന്റ്. അടുത്ത് നോക്കാം. യൂസ് ദി അഡ്ജക്റ്റീവ് പ്രൊവൈഡഡ് ഇൻ ദി ബ്രാക്കറ്റ് ഇൻ അപ്രോപ്രിയേറ്റ് പൊസിഷൻ ആൻഡ് മാർക്ക് യുവർ ആൻസർ ഇൻ ദി റെസ്പോൺസ് ഷീറ്റ്. She found books to be her only source of happiness. ഓക്കെ അപ്പൊ ഇതിനകത്ത് ഏതാണ്? യൂസ് ദി അഡ്ജക്റ്റീവ് പ്രൊവൈഡഡ് ഇൻ ദി ബ്രാക്കറ്റ്. ഇവിടെ റെയർ ആണ് കൊടുത്തിട്ടുള്ളത്. ഈ റെയർ എന്ന് പറഞ്ഞിട്ടുള്ള അഡ്ജക്റ്റീവ് കറക്റ്റ് ആയിട്ട് യൂസ് ചെയ്തിട്ട് നമുക്ക് എങ്ങനെ പറയാൻ പറ്റും എന്നുള്ളതാണ് ചോദ്യം ഉദ്ദേശിച്ചിട്ടുള്ളത് കേട്ടോ. അപ്പൊ ഷീ റെയർലി ഫൗണ്ട് ബുക്സ് എന്ന് പറയുമ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. മിക്കവാറും ഈ LY വരുന്ന കേസുകളെല്ലാം എന്തായിരിക്കും? അത് ആഡ്വർബ് ആയിരിക്കും അല്ലെ. അപ്പൊ ഫാസ്റ്റ്ലി എന്ന് നമ്മൾ പറയില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അല്ലെ. ഫാസ്റ്റ് എന്നേ പറയുള്ളൂ. PSC മുമ്പും ഇതേപോലെ ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഫാസ്റ്റ് എന്നേ പറയുള്ളൂ, ഫാസ്റ്റ്ലി എന്ന് പറയില്ല. പക്ഷെ നമുക്ക് ക്വിക്ക്ലി എന്ന് പറയാം അല്ലെ, സ്ലോലി. അപ്പൊ ഇതെല്ലാം നമ്മുടെ ആഡ്വർബ് ആയിട്ട് യൂസ് ചെയ്യുന്ന വാക്കുകളാണ്. അപ്പൊ ഷീ റെയർലി ഫൗണ്ട് എന്നൊക്കെ പറയുമ്പോൾ നമുക്കറിയാം ഈ റെയർലി എന്ന് പറയുന്നത് ആഡ്വർബ് ആണ്. അപ്പോൾ ഈ കൊടുത്തിട്ടുള്ള ബാക്കി എല്ലാ കേസുകളിലും റെയർലി എന്നാണ് കൊടുത്തിട്ടുള്ളത്. അപ്പൊ അതൊക്കെ എന്തായിരിക്കും? അത് ആഡ്വർബ് ആണ്. നമ്മളോട് പറഞ്ഞിട്ടുള്ള അഡ്ജക്റ്റീവ് ആണ് അല്ലെ. സോ നമ്മുടെ ആൻസർ ഇട്ട് ഓപ്ഷൻ സി. ഷീ ഫൗണ്ട് റെയർ ബുക്സ്. എങ്ങനെയുള്ള ബുക്സാ? ആ ബുക്സിനെ കുറിച്ചാണ് ഇവിടെ ഡിസ്ക്രൈബ് ചെയ്യുന്നത്. അപ്പൊ റെയർ എന്ന് പറയുന്നത് അഡ്ജക്റ്റീവ് ആണ്. ബാക്കി എല്ലാ കേസുകളും നോക്കിയേ. ഷീ റെയർലി ഫൗണ്ട് അല്ലെ. അപ്പൊ ആ കണ്ടുപിടുത്തം അല്ലെങ്കിൽ ആ ഒരു വെർബിനെ കുറിച്ചാണ് ഇവിടെ ഡിസ്ക്രൈബ് ചെയ്തിട്ടുള്ളത്. അപ്പൊ ആ കേസുകളിലെല്ലാം അത് ആഡ്വർബ് ആയിട്ടാണ് വരിക കേട്ടോ. ഇനി അടുത്ത ചോദ്യം നോക്കാം. ചൂസ് ദി കറക്റ്റ് ആക്റ്റീവ് വോയിസ് ആൻഡ് മാർക്ക് യുവർ ആൻസർ ഇൻ ദി റെസ്പോൺസ് ഷീറ്റ്. ദ ലെസൺ വാസ് എക്സ്പ്ലെയിൻഡ് ബൈ ദ ടീച്ചർ ക്ലിയർലി. ഓക്കെ, ചൂസ് ദി കറക്റ്റ് ആക്റ്റീവ് വോയിസ് ആണ് പറഞ്ഞിട്ടുള്ളത്. നമുക്കറിയാം ആക്റ്റീവ് വോയിസിനെ പാസീവിലേക്ക് ആക്കുമ്പോഴും പാസീവിനെ ആക്റ്റീവിലേക്ക് ആക്കുമ്പോഴും ടെൻസ് മാറില്ല എന്നുള്ള കാര്യം നമ്മൾ ഒരുപാട് തവണ ആവർത്തിച്ച് ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. എക്സാം എഴുതിയിട്ടുള്ള എല്ലാവർക്കും ഓർമ്മ വന്നു എന്ന് തന്നെ വിചാരിക്കുന്നു. ഓക്കെ, അപ്പൊ ഇവിടെ വാസ് എക്സ്പ്ലെയിൻഡ് എന്ന് കൊടുത്തിട്ടുണ്ട്. പെട്ടെന്ന് തന്നെ നമുക്ക് ആൻസറിലേക്ക് എത്താം. നമ്മുടെ ആൻസർ ഇട്ട് ഓപ്ഷൻ സി ആണ് അല്ലെ. കാരണം ഇവിടെയാണ് സിമ്പിൾ പാസ്റ്റ് ടെൻസ് കൊടുത്തിട്ടില്ല. ബാക്കി ഒരു ഓപ്ഷനിലും സിമ്പിൾ പാസ്റ്റ് ടെൻസ് ഇല്ല അല്ലെ. വിത്തിൻ ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡ് തന്നെ നമുക്ക് ആൻസറിലേക്ക് എത്താൻ പറ്റും കേട്ടോ. നെക്സ്റ്റ് വൺ, യൂസ് ദി അപ്രോപ്രിയേറ്റ് റിലേറ്റീവ് പ്രോനൗൺ ടു കംപ്ലീറ്റ് ദി സെന്റൻസ് ആൻഡ് മാർക്ക് യുവർ ആൻസർ ഇൻ ദി റെസ്പോൺസ് ഷീറ്റ്.
ദാറ്റ് ഇസ് ദി ഗേൾ ഡാഷ് വി മെറ്റ് യെസ്റ്റർഡേ. ആ ഗേളിനെ കുറിച്ചാണ് പറയുന്നത്. അപ്പൊ അങ്ങനെ പറയുമ്പോൾ ഇവിടെ ഗേള് എന്തായിരിക്കും? ഹൂ വി മെറ്റ് യെസ്റ്റർഡേ ആണ് അല്ലെ. ദാറ്റ് ഇസ് ദി ഗേൾ ഹൂ വി മെറ്റ് യെസ്റ്റർഡേ. അടുത്ത് നോക്കാം. ഇൻസേർട്ട് ദി കറക്റ്റ് ടെൻസ് ഫോംസ് ആൻഡ് മാർക്ക് യുവർ ആൻസർ ഇൻ ദി റെസ്പോൺസ് ഷീറ്റ്. ക്വസ്റ്റ്യൻസ് എല്ലാം വലിയ കുഴപ്പമില്ലാത്ത ക്വസ്റ്റ്യൻസ് ആയിരുന്നു കേട്ടോ. നല്ല ക്വസ്റ്റ്യൻസും ആണ്. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ക്വസ്റ്റ്യൻസും ആയിരുന്നു. ഓക്കെ. വെൻ ദേ റിയലൈസ്ഡ് ഐ ഡാഷ് അറ്റ് ദെം ദേ ഡാഷ് എവേ. അപ്പൊ ഇവിടെ നോക്കുക, വെൻ ദേ റിയലൈസ്ഡ്. ഞാൻ എപ്പോഴും പറയുന്നതാണ്, നമുക്ക് ഏത് ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാലും ഫസ്റ്റ് നോക്കേണ്ടത് അതിന്റെ ടെൻസ് ആണ് അല്ലെ. അത് ഏത് ടെൻസിലാണെന്നുള്ളത് നോക്കുക. അപ്പൊ ഇവിടെ റിയലൈസ്ഡ് എന്ന് കാണുമ്പോൾ നമുക്കറിയാം അത് V2 ഫോം ആണ്, സിമ്പിൾ പാസ്റ്റ് ടെൻസ് ആണ്. ഓക്കെ. അപ്പൊ പാസ്റ്റ് ടെൻസ് ആണ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഓപ്ഷൻ സീനെ എലിമിനേറ്റ് ചെയ്യാം. അതെന്തായാലും ലുക്കിംഗ് ആണ് അല്ല, അത് പ്രസന്റ് ആണ്. അപ്പൊ അതിന്റെ ശല്യം തീർന്നു. ഇനി നോക്കിയേ, വെൻ ദേ റിയലൈസ്ഡ് ഐ ഡാഷ് അറ്റ് ദം. അപ്പൊ ലുക്ക്ഡ്, വാസ് ലുക്കിംഗ്, ലുക്ക്ഡ്, ഈ 3 കേസുകളിലും ഈ പറഞ്ഞ പോലെ പാസ്റ്റ് ആണ് കൊടുത്തിട്ടുള്ളത്. ഇനി ദേ ഡാഷ് എവേ. അപ്പൊ ദേ എന്ന് പറഞ്ഞാൽ പ്ലൂറൽ ആണ്. അപ്പൊ പ്ലൂറലിന്റെ കൂടെ നമ്മൾ വാസ് പറയില്ല അല്ലെ. അപ്പൊ അതിൽ നിന്ന് തന്നെ നമുക്ക് ഓപ്ഷൻ എനെ എലിമിനേറ്റ് ചെയ്യാം. മനസ്സിലായോ? നമ്മൾ ആൻസറിലേക്ക് എത്തുന്ന ഒരു രീതി നോക്കുക കേട്ടോ. ബാക്കിയുള്ള ഓപ്ഷൻസ് എല്ലാം തെറ്റാണ്. നമ്മൾ കറക്റ്റ് ആൻസറിലേക്ക് എങ്ങനെയാണ് പോകുന്നതെന്നുള്ള കാര്യം കൂടെ നോക്കുക. ഇനി ഇവിടെ ടേൺ കൊടുക്കില്ല അല്ലെ. ഓപ്ഷൻ ഡിയിൽ നോക്കിയേ, പാസ്റ്റ് ടെൻസ് അല്ലേ. അപ്പൊ ടേൺ കൊടുക്കാൻ പറ്റുമോ? ഇല്ല. അപ്പൊ അതിനെ നമുക്ക് എലിമിനേറ്റ് ചെയ്യാം. നമ്മുടെ ആൻസർ ഇട്ട് ഓപ്ഷൻ ബി, വെൻ ദേ റിയലൈസ്ഡ് ഐ വാസ് ലുക്കിംഗ് അറ്റ് ദം ദേ ടേൺഡ് എവേ ആണ് നമ്മുടെ ആൻസർ ആയിട്ട് വരിക. എല്ലാവരും ചെയ്തു എന്ന് തന്നെ വിചാരിക്കുന്നു കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. സെലക്ട് an appropriate idiom and complete the sentence and mark your answer in the response sheet. She didn't mean to dash, but she accidentally revealed the surprise party details. എന്തായിരിക്കും ആൻസർ ആയിട്ട് വരിക? She didn't mean to spill the beans അല്ലെ. ഇത് PSC ഒരുപാട് തവണ ചോദിച്ചിട്ടുള്ള ഒരു ഇഡിയമാണ് spill the beans എന്ന് പറയുന്നത്. spill the beans എന്ന് പറഞ്ഞാൽ എന്താ? അതായത് പുറത്ത് പറയാ, റിവീൽ ചെയ്യുക അല്ലെ. ഒരു കാര്യം സീക്രട്ട് ആയിട്ട് വെച്ചിട്ടുള്ളത് റിവീൽ ചെയ്യുന്നതിനെയാണ് നമ്മൾ സ്പിൽ ദ ബീൻസ് എന്ന് പറയാം. ബീൻസ് സ്പിൽ ചെയ്യുക അല്ലെ, റിവീൽ ചെയ്യുക. അപ്പൊ ഷീ ഡിഡ്ന്റ് മീൻ ടു സ്പിൽ ദ ബീൻസ് ബട്ട് ഷീ ആക്സിഡന്റലി റിവീൽ ദി സർപ്രൈസ് പാർട്ടി ഡീറ്റെയിൽസ്. ഇവിടെ ഒരു വാക്ക് നമ്മളെ ഹെൽപ്പ് ചെയ്യാനായിട്ട് കൊടുത്തിട്ടുണ്ട്, റിവീൽഡ് എന്ന് പറഞ്ഞിട്ടുള്ള വാക്ക് അല്ലെ. ഇനി ബാക്കിയുള്ള ഓപ്ഷൻസ് നോക്കി, ഇതെല്ലാം നമ്മുടെ PSC ആവർത്തിച്ച് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് തന്നെയാണ്. ബ്രേക്ക് ദി ഐസ്. ബ്രേക്ക് ദി ഐസ് എന്ന് പറഞ്ഞാൽ എന്താ? സ്റ്റാർട്ട് എ കോൺവേഴ്സേഷൻ ആണ്. ആരെങ്കിലുമൊക്കെ സംസാരം തുടങ്ങുക, ഇനീഷ്യേറ്റ് ചെയ്യുക, അതിനെയാണ് നമ്മൾ ബ്രേക്ക് ദി ഐസ് എന്ന് പറയുന്നത് അല്ലെ. നമ്മുടെ ഗ്രൂപ്പ് ഡിസ്കഷനിൽ തന്നെ ബ്രേക്ക് ദി ഐസ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ യൂസ് ചെയ്യാറുള്ള ഒരു ഇഡിയം തന്നെയാണ് കേട്ടോ. ഹിറ്റ് ദ റോഡ് എന്ന് പറഞ്ഞാൽ എന്താ? ഹിറ്റ് ദ റോഡ് ടു സ്റ്റാർട്ട് എ ജേർണി അല്ലെ. റോഡിനെ ഹിറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ വണ്ടി ഓടിച്ചു പോകുക, അതായത് ഒരു ജേർണി സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ള രീതിയിൽ ഓർക്കാം. ഹിറ്റ് ദി റോഡ് എന്ന് പറഞ്ഞാൽ ടു സ്റ്റാർട്ട് എ ജേർണി ആണ്. കട്ട് ദി കോർണേഴ്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് ക്വിക്കിലി ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം. ഓക്കെ, നമുക്ക് വേഗം ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യത്തിനെയാണ് നമ്മൾ എന്താ പറയാ? കട്ട് ദി കോർണേഴ്സ് എന്ന് പറയാം. നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ചീപ്പായിട്ടും നമുക്ക് വളരെ ക്വിക്ക് ആയിട്ടും ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യത്തിനെയാണ് നമ്മൾ കട്ട് ദി കോർണേഴ്സ് അല്ലെ. കോർണേഴ്സ് മാത്രം കട്ട് ചെയ്താൽ മതി, നമുക്ക് വളരെ ക്വിക്ക് ആയിട്ടും ചെയ്യാൻ പറ്റും, ചീപ്പായിട്ടും ചെയ്യാൻ പറ്റും എന്നുള്ളതൊക്കെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. നെക്സ്റ്റ് ഇസ് ഫൈൻഡ് ദി ആന്റണിം ഫോർ ദി അണ്ടർലൈൻ വേർഡ് ആൻഡ് മാർക്ക് യുവർ ആൻസർ ഇൻ ദി റെസ്പോൺസ് ഷീറ്റ്. ദേ കൺസീൽഡ് ദി മാറ്റർ. ഓക്കെ, അപ്പൊ കൺസീൽഡിന്റെ ആന്റണിം ആണ് ചോദിച്ചിട്ടുള്ളത്. എന്തായിരിക്കും പറയാൻ പറ്റുമോ? യെസ്, എന്താണ് ആൻസർ ആയിട്ട് വരുന്നത്? കൺസീൽ എന്ന് പറഞ്ഞാല് ഹൈഡ് ചെയ്യുക അല്ലെ, ഒരു സീക്രട്ട് ആയിട്ട് വെക്കുക, അല്ലെങ്കിൽ ഒളിപ്പിച്ച് വെക്കുക, ഹിഡൻ എന്നൊക്കെയാണ് അതിന്റെ മീനിങ് ആയിട്ട് വരുന്നത്. അപ്പോ അതിന്റെ ആന്റണിം ആയിട്ട് വരുന്നത് അൺവെയിൽഡ് ആണ് അല്ലെ. അൺവെയിൽ ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താ? റിവീൽ ചെയ്യുക എന്നുള്ളതാണ് ആൻസർ ആയിട്ട് വരിക കേട്ടോ. റിവീൽ ചെയ്യുക എന്നുള്ളതാണ് അതിന്റെ ആൻസർ ആയിട്ട് വരിക. സോ ആൻസർ ഇറ്റ് ഇസ് ഓപ്ഷൻ സി ആണ്. ഓക്കെ, നെക്സ്റ്റ് വൺ, ചൂസ് ദി കറക്റ്റ് ഓർഡർ, കറക്റ്റ് വേർഡ് ഓർഡർ ആൻഡ് മാർക്ക് യുവർ ആൻസർ ഇൻ ദി റെസ്പോൺസ് ഷീറ്റ്. ഇവിടെ നമുക്ക് ഇങ്ങനെ കുറച്ച് വേർഡ്സുകൾ കൊടുത്തിട്ടുണ്ട്, അതിനെ കറക്റ്റ് ആൻസറിലോട്ട് എത്തിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, എന്തായിരിക്കും ആൻസർ ആയിട്ട് വരുന്നത്? ആൻസർ ദ ചിൽഡ്രൻ വെൻ ടു ദി പാർക്ക് യെസ്റ്റർഡേ അല്ലെ. ദ ചിൽഡ്രൻ വെൻ ടു ദി പാർക്ക് യെസ്റ്റർഡേ. ഒരു സബ്ജക്ട് വേണം, വെർബ് വേണം, ഒബ്ജക്റ്റ് വേണം. ഓക്കെ, ഇനി അടുത്ത് നോക്കാം. കൺവേർട്ട് ദി റിപ്പോർട്ടഡ് സ്പീച്ച് ആൻഡ് മാർക്ക് യുവർ ആൻസർ ഇൻ ദി റെസ്പോൺസ് ഷീറ്റ്. ഷീ സെഡ് ഐ മെറ്റ് ഹിം യെസ്റ്റർഡേ. ഓക്കെ, ഇതിനെ റിപ്പോർട്ടഡ് സ്പീച്ചിലേക്ക് മാറ്റാനാണ് പറഞ്ഞിട്ടുള്ളത്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ചോദ്യമാണ്. നമുക്കറിയാം റിപ്പോർട്ടിംഗ് വെർബ് എന്ന് പറഞ്ഞിട്ടുള്ള ആള്, ഞാൻ ഇത് എപ്പോഴും എടുത്തെടുത്ത് പറയാൻ കാര്യം എന്ന് വെച്ചാൽ PSC തന്നെ ഈ ഒരു കൺസെപ്റ്റ് ആവർത്തിച്ച് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. ഈ റിപ്പോർട്ടിംഗ് വെർബ് എന്ന് പറഞ്ഞിട്ടുള്ള ആള് സിമ്പിൾ പാസ്റ്റ് ടെൻസ് ആണെങ്കിൽ സിമ്പിൾ പാസ്റ്റ് ടെൻസ് ആണെങ്കിൽ മാത്രം നമ്മൾ ഡബിൾ കോഡ്സിൽ കൊടുത്തിട്ടുള്ള ഭാഗത്തിന്റെ ടെൻസ് മാറ്റും അല്ലെ. അപ്പോൾ ഇവിടെ സിമ്പിൾ പാസ്റ്റ് ടെൻസ് ആണ്. നമുക്ക് ഇവിടെ നോക്കാം, ഡബിൾ കോഡ്സിൽ കൊടുത്തിട്ടുള്ള ഭാഗത്തിന്റെ ടെൻസ് എന്താ? മെറ്റ് ആണ്. ഓക്കെ, അപ്പൊ എന്തായിട്ട് മാറും? പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് ആയിട്ട് മാറും അല്ലെ. പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് പറഞ്ഞാൽ എന്താ? ഹാഡ് പ്ലസ് V3 ഫോം ഓഫ് ദി വെർബ് വരണം അല്ലെ. ഇനി ഇവിടെ നോക്കിയേ, ഹാഡ് പ്ലസ് V3 ഫോം, സിമ്പിൾ ആയിട്ട് നമുക്ക് ആൻസർ കിട്ടി. നമ്മുടെ ആൻസർ കിട്ടും ഓപ്ഷൻ ബി, ഷീ സെഡ് ദാറ്റ് ഷീ ഹാഡ് മെറ്റ് ഹിം ദി പ്രീവിയസ് ഡേ. ഓക്കെ,
ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു കേട്ടോ. അപ്പൊ ഇത്രയും ചോദ്യങ്ങളായിരുന്നു. അത്യാവശ്യം നല്ല വലിയ കുഴപ്പമില്ലാത്ത ചോദ്യങ്ങളായിരുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും നല്ല രീതിയിൽ ചെയ്യാൻ പറ്റുന്ന ചോദ്യങ്ങളായിരുന്നു കേട്ടോ. നമ്മുടെ കോഴ്സുകൾ അല്ലെങ്കിൽ നമ്മുടെ ക്ലാസ്സുകളൊക്കെ കണ്ടിട്ടുള്ള ആൾക്കാരാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നല്ല റിസൾട്ട് തന്നെ ഇംഗ്ലീഷിന്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ നിങ്ങൾക്ക് നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റിയെന്ന് തന്നെ വിചാരിക്കുന്നു. നിങ്ങളുടെ കമന്റ്സും കൂടെ പറയുക. അതേപോലെ തന്നെ നമ്മുടെ കോഴ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ കോഴ്സിൽ ജോയിൻ ചെയ്യുക. ഓക്കെ, നമ്മുടെ റെക്കോർഡ് ക്ലാസ്സുകളാണ്. 399 റുപ്പീസ് ആണ് നമ്മുടെ ഇംഗ്ലീഷിന് മാത്രമായിട്ടുള്ള കോഴ്സിന്റെ പ്രൈസ് എന്ന് പറയുന്നത് കേട്ടോ. കംപ്ലീറ്റ് പേയ്മെന്റ് ആണ് പറയുന്നത്. അപ്പൊ അതിൽ ഗ്രാമർ, വൊക്കാബുലറി, അതേപോലെ തന്നെ 800 ക്വസ്റ്റ്യൻസോളം നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. ഇതിന്റെ എല്ലാം നോട്ട്സും PDF നോട്ട്സും നിങ്ങൾക്ക് അവൈലബിൾ ആണ്. ഓക്കെ, അപ്പൊ ഇത്രേ പറയാനുള്ളൂ. തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക മറക്കണ്ട. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ ക്ലാസ്സുകൾ ഉടനെ പ്രതീക്ഷിക്കുക കേട്ടോ. താങ്ക് യു സോ മച്ച്. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു ഓൾ.